സ്വന്തം നാടും ജനങ്ങളും നശിച്ചിട്ടാണെങ്കിലും തങ്ങളുടെ ആശയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവർ ഈ രാജ്യത്തിന് മുൻപിലും ലോകത്തിന് മുൻപിലും കുറ്റവാളികളായി രേഖപ്പെടുത്തപ്പെടും. ലോകത്തിൻ്റെ ചരിത്രം തന്നെ അതാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത്. പാർട്ടികളോ അവരുടെ പ്രത്യയശാസ്ത്രങ്ങളോ മതങ്ങളോ അവരുടെ തത്വസംഹിതകളോ ആയിരിക്കരുത്, മറിച്ച് എല്ലാ ജനങ്ങൾക്കും തുല്യ നീതി ഉറപ്പാക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയായിരിക്കണം ഭരണകർത്താക്കൾ നടപ്പിലാക്കേണ്ടത്. ന്യൂസ് കാൻ ആരംഭിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മണിപ്പൂരിൽ മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ തമ്മിലുണ്ടായ കലാപം അക്രമത്തിലേക്കും കൊള്ളിവയ്പ്പിലേക്കും കൂട്ട നരഹത്യയിലേക്കും വഴിമാറിയിട്ട് ഇപ്പോൾ 2 മാസത്തോളം എത്തുകയാണ്. ഇതുവരെയുള്ള സംഘർഷങ്ങളുടെ ആകത്തുക പരിശോധിച്ചാൽ ഇരു കൂട്ടർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വലിയ അളവിൽ ജീവഹാനിയും ആരാധനാലയങ്ങളടക്കം വീടുകളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് മണിപ്പൂരിലെ ക്രൈസ്തവ സമൂഹത്തിനാണ്. സൈന്യത്തിൻ്റെയും സംസ്ഥാന പോലീസിൻ്റെയും സാന്നിധ്യമുള്ളപ്പോൾ തന്നെ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് മണിപ്പൂരിൽ അക്രമം അരങ്ങേറിയത്. ഈ കലാപം ശമിപ്പിക്കണമെന്ന ഒരു ഉത്തരവാദിത്ത ബോധം മണിപ്പൂർ സർക്കാരിനോ കേന്ദ്ര സർക്കാരിനോ ഇല്ലാതെ തുടരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന നിലപാടുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. വളരെ ആസൂത്രിതമായ ഒരു കലാപ നീക്കം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്, അതിൻ്റെ പിന്നിലുള്ളവരെ സർക്കാരുകൾ സംരക്ഷിക്കുന്നു എന്നുള്ള ആശങ്ക പൊതുസമൂഹത്തിന് സ്വാഭാവികമായി ഉണ്ടാകും. ഞങ്ങൾ ഈ വിഷയത്തെ ഒരിക്കലും രാഷ്ട്രീയപരമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഭരണഘടന ഉറപ്പു നൽകുന്ന, ജീവിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഭരണഘടന ഉറപ്പു തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് രാജ്യത്തെ പൗരന്മാർക്ക്. ആ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിറവേറ്റിക്കൊള്ളാമെന്ന് ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഭരണാധികാരികൾ ഈ രാജ്യത്ത് ഭരണമേൽക്കുന്നത്. ആ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രധാനമന്ത്രി ഏതൊക്കെ കാര്യത്തിൽ പ്രതികരിക്കണ്ട എന്നുള്ളത് പ്രധാനമന്ത്രി തീരുമാനിച്ചോട്ടെ. പ്രതികരണത്തെക്കാൾ ഉപരി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശരിയായ ഇടപെടലിലൂടെ നാട്ടിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം കൊണ്ടുവരണം. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇവിടെ വൈവിധ്യങ്ങൾ സാഹോദര്യത്തോടെ ജീവിക്കുന്ന രാജ്യം എന്നുള്ളതാണ്. ആ ഒരു സുന്ദരമായ സങ്കല്പം നഷ്ടപ്പെട്ടാൽ ഭാരതം എന്ന സങ്കല്പം തന്നെയാണ് ഇല്ലാതായിത്തീരുന്നത്. അതിന് ഒരു ഭരണകൂടവും ഇടവരുത്തരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അമേരിക്കയിലെ സെനറ്റർമാരെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞു, ഇന്ത്യ എന്ന രാജ്യത്ത് യാതൊരു വിവേചനവും നിലനിൽക്കുന്നില്ല എന്ന്. സത്യമായും അത് അങ്ങനെ ആകട്ടെ എന്നാഗ്രഹിക്കാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുക. പക്ഷേ പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവന സത്യസന്ധമാണ് എങ്കിൽ പ്രധാനമന്ത്രി ആ പ്രസ്താവന പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത് മണിപ്പൂരിൽ കഠോരമായ പീഡനങ്ങൾക്ക് വിധേയമായി വീട് നഷ്ടപ്പെട്ട്, ആരാധനാലയം നഷ്ടപ്പെട്ട്, ഉറ്റവരുടെ ജീവൻ നഷ്ടപ്പെട്ട്, പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത് വനങ്ങളിലും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിലും എത്തിപ്പെട്ടിരിക്കുന്ന മണിപ്പൂരിലെ ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കി അത് പറയണം, ഈ നാട്ടിൽ ഒരു വിവേചനവും നിലനിൽക്കുന്നില്ല എന്ന്. 2002 ഗുജറാത്തിൽ നടന്നതിന് സമാനമായ വംശഹത്യയാണ് മണിപ്പൂരിൽ നടക്കുന്നത് എന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കലാപകാരികളെ സംരക്ഷിക്കുന്നുണ്ടോ എന്നുള്ള സന്ദേഹവും പങ്കുവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പാംബ്ലാനി പിതാവ് രൂക്ഷമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ ദിവസങ്ങൾക്ക് പുറകിൽ മലയോര കർഷകർക്ക് വേണ്ടി സംസാരിച്ച പിതാവിൻ്റെ പ്രസ്താവനകളെ ക്രൈസ്തവ BJP ബാന്ധവത്തിൻ്റെ കേളികെട്ടൊന്ന് വ്യാഖ്യാനിച്ച് പാടി നടന്ന ചില രാഷ്ട്രീയ അവസരവാദികൾക്ക്
ഉത്തരം മുട്ടിയിരിക്കുകയാണ്. അന്ന് റബ്ബറിൻ്റെ തറവില 300 ആക്കണമെന്ന് പിതാവ് പറഞ്ഞത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, പിന്നെയോ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും അടങ്ങുന്ന മലയോര കർഷകർക്ക് വേണ്ടിയാണെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് തങ്ങളുടെ ഇംഗിതങ്ങൾ പൊതുസമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ബിരുദന്മാരായ ചിലരെ അന്നിറക്കിയ ചീട്ട് കീറിക്കൊണ്ടായിരുന്നു പാമ്പ്ലാനി പിതാവ് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ശക്തമായി തന്നെ സഭ എപ്പോഴും ഊന്നിപ്പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. സഭ എല്ലായ്പ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒപ്പമാണ്. രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറത്ത് വിഷയ അധിഷ്ഠിതമായിട്ടാണ് സഭ പ്രതികരിക്കുന്നത്. പാമ്പ്ലാനി പിതാവ് മാത്രമല്ല, KCBCയും മണിപ്പൂർ വിഷയത്തിൽ സംസ്ഥാന കേന്ദ്ര നിലപാടുകളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. KCBC വക്താവ് ജേക്കബ് പാലക്കാപ്പള്ളി അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുക. ഇതിൻ്റെ പിന്നിൽ സർക്കാരുണ്ട് എന്ന് പറയാൻ നമ്മൾ നിർബന്ധിതരാകുന്നതിനുള്ള പ്രധാന കാരണം പ്രധാനമന്ത്രിയുടെ നിഗൂഢമായ മൗനമാണ്. 52 ദിവസം അവിടുത്തെ ഇന്ത്യയിലെ പൗരന്മാരാണ്, വളരെ മാന്യമായി ജീവിക്കാൻ അവകാശമുള്ള ഇന്ത്യയുടെ പൗരന്മാർ, ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാ പൗരസ്വാതന്ത്ര്യവും അവകാശമുള്ള പൗരന്മാരാണ് അവിടെ കൊല്ലപ്പെടുന്നത്. ഇങ്ങനെ കൊല്ലപ്പെടുന്ന പൗരന്മാരെക്കുറിച്ച് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഒരു കൺസേണും ഇല്ല എന്ന് വരുന്നത് എന്തുമാത്രം ദ്രോഹമാണ് അദ്ദേഹം ഈ മഹാരാജ്യത്തോട് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഒരു പക്ക RSSകാരനാണ്. ആ RSSൻ്റെ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു ചട്ടുകം മാത്രമായിട്ട് അദ്ദേഹം മാറുമ്പോൾ അത് ഈ മഹാരാജ്യത്തിന് ഒരു വലിയ വിപത്തായിട്ട് മാറുകയാണ്. കുക്കി വിഭാഗത്തിലെ ക്രൈസ്തവരെ വംശഹത്യ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 2 മാസമായി സംഘർഷം തുടരുന്ന മണിപ്പൂരിലെ ക്രമസമാധാന നില മെച്ചപ്പെടുന്നുവെന്ന് മുഖ്യമന്ത്രി ബീരൻ സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ അറിയിച്ച് നിമിഷങ്ങൾക്കുള്ളിലാണ് ജൂൺ 27-ന് ഈസ്റ്റേൺ മണിപ്പൂർ പ്രസ്ബിറ്റേറിയൻ പള്ളി അക്രമികൾ കൊള്ളയടിക്കുകയും കത്തിച്ച് ചാമ്പലാക്കുകയും ചെയ്തത്. ഈ കലാപത്തിനു വേണ്ടി ഒരു ആസൂത്രണവും നടന്നിട്ടില്ല എന്നാണ് ഭരണകൂടങ്ങൾ പറയുന്നത്. 2 മാസമായി മണിപ്പൂർ കത്തിയെറിഞ്ഞിട്ടും സമാധാനത്തിനായി ഒരു വാക്കുപോലും ഇതുവരെ ഉരിയാടാതെ ഇരിക്കുന്ന പ്രധാനമന്ത്രിയുടെ നിശബ്ദതയെ മണിപ്പൂർ സന്ദർശിച്ചതിന് ശേഷം ഷെക്കേന ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകൻ ശ്രീ ആൻഡോ അക്കരെ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്. എനിക്ക് നോബൽ ബാത്തുവിന്റെ മറുപടി കേട്ട് വളരെ ഒരു തമാശ പോലെ തോന്നി. കാരണം എന്താണെന്നറിയോ, പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇത് മൗനം ഭജിക്കുന്ന ഒരാൾ പറഞ്ഞില്ല. കഴിഞ്ഞ 9 കൊല്ലത്തിൽ 60 തവണ നോർത്ത് ഈസ്റ്റിൽ പോയ പ്രധാനമന്ത്രിക്ക് മണിപ്പൂര് കത്തിയെരിയുമ്പോൾ ഒരു വാക്ക് പറയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ദയനീയമാണ്, പത്തറ്റിക്. അതിന് പറയാവുന്ന വാക്ക് ദയനീയമാണ്. കാരണം എന്താണെന്നറിയോ, അതുപോലെ PIB ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പബ്ലിസിറ്റി വിങ് മണിപ്പൂരിലെ പത്രങ്ങളിൽ പ്രസ് റിലീസ് എന്താണെന്നറിയോ, പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിനെ കുറിച്ച് ഭയങ്കര സ്നേഹമുണ്ട്. അദ്ദേഹത്തിന്റെ മൻ കി ബാത്തിലെ നോർത്ത് ഈസ്റ്റിന് അദ്ദേഹം പലപ്പോഴും ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. പക്ഷെ മണിപ്പൂര് കത്തിയെരിയുമ്പോൾ അദ്ദേഹം ഒരു അക്ഷരം മിണ്ടില്ല. അതൊരു കോൺട്രഡിക്ഷനാണ്, ആഭാസമാണ്. അത് പോട്ടെ, അതിപ്പോ നോബൽ മാത്യുവിന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. 2, ഇതൊരു വംശീയമല്ല, ഹിന്ദു അവിടെ ഇല്ല. മിസ്റ്റർ നോബൽ മാത്യു, നിങ്ങൾ ഒന്നും മനസ്സിലാക്കണം. മണിപ്പൂരിലെ ഇൻഡിജിനസ് റിലീജിയന്റെ പേര് സനമാഹിസ് എന്നാണ്. അവിടെ അപ്ലിക്കേഷൻ ഫോമില് അത് എഴുതാനുള്ള സ്വാതന്ത്ര്യം ജനങ്ങൾക്കുണ്ട്. ഹിന്ദു എന്നും സനമാഹിസ് എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും എഴുതാം. അപ്പൊ നിങ്ങൾ ഇതിനെ ഹിന്ദുവാക്കാണ്. നിങ്ങൾ BJPക്കാര്, സംഘപരിവാർ മണിപ്പൂരിലെ മേറ്റേയികളെ ഹിന്ദുവാക്കാൻ സംഘടിത ശ്രമം ഒന്ന്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് വംശീയല്ല എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്, ക്രിസ്ത്യാനികൾ ആക്രമിക്കുന്നില്ല. മെയ് 3 വൈകുന്നേരവും മെയ് 4 രാത്രിക്കും ഇടയില് 247 മേറ്റേയി പള്ളികൾ തകർത്തതാരാ? ഇതൊക്കെ ഒരിക്കലാതെ ചെയ്തു നിങ്ങൾ. ഈ മേറ്റേയി ആറാമ്പായി തെങ്കോൾ, മെയ്റ്റേയി ലുംപൂൺ എന്ന് പറയുന്ന സംഘടനകളാണ് ഈ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസ് പറയാണ് നീ ഇവിടെ വെയിറ്റ് ചെയ്യുക. FIR വലയം ചെല്ലുമ്പോൾ പോലീസ് പറയുന്നു നീ ഇവിടെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് പോലീസ് വിളിക്കുന്നത് ഐറ്റിനെയല്ല, ആറാമ്പായി തെങ്കോളിനെയാണ്. അവർ പോയിട്ട് പാർഷ്യലി ഡാമേജ് ചെയ്ത പള്ളികൾ പൂർണ്ണമായിട്ട് JCB കൊണ്ടുപോയി തകർക്കുന്നു. പിന്നെ അമിത്ഷാ
ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ട് മെയ് 29-നാണ് അദ്ദേഹം മണിപ്പൂരിൽ കാലുകുത്തുന്നത്. ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മണിപ്പൂരിൽ കത്തിയേരിയുമ്പോ അദ്ദേഹം അവിടെ ചെല്ലേണ്ടതായിരുന്നു. ഈ അമിത്ഷാ മണിപ്പൂർ സന്ദർശിക്കുന്ന ദിവസം സുലുലു എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിലെ കാത്തലിക് പള്ളി കത്തിക്കുന്നു, കന്യാസ്ത്രീകളെ പുറത്താക്കുന്നു, ഹോസ്റ്റൽ ഒക്യുപ്പൈ ചെയ്യുന്നു. എന്നിട്ട് അവരോട് പറയാണ് ഇത് ഹിന്ദു സ്റ്റേറ്റ് ആണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നത് വർഗീയതയല്ല, ഇതിന് വർഗീയത ഇല്ല എന്ന് പറയുന്നത് പച്ചക്കള്ളാണ്. നമ്പർ 1, മെയ്റ്റേയി മെജോറിറ്റി വേറൊരു പോയിന്റ് കൂടിയുണ്ട്. ഈ അക്രമമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് RSSന്റെ ഓർഗനൈസർ എഡിറ്റോറിയലാണ് എന്താണ്, ദിസ് ഈസ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ചർച്ചസ്. ഇതിലെവിടെ ഈ ചർച്ചസ് വരുന്നത്? എന്തിനാണ് RSS ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തത്? അതിനിടയ്ക്ക് RSS എന്താ പറയാ, നമ്മുടെ RSSന്റെ അനുഭാവികളായ കുറെ പത്രങ്ങളുണ്ട് ഇന്ത്യയിൽ, നാഷണൽ മീഡിയ പോലും. അവര് പറയാണ് നോർത്ത് ഈസ്റ്റ് വാസ് ലീസ്ഡ് ടു ദ ക്രിസ്ത്യൻസ് 60 years ago ബൈ നെഹ്റു. ഇത്തരം വാർത്തകളൊക്കെ പരത്തി ഈ ജനങ്ങളെ വിട്ടികളാക്കുന്ന പരിപാടിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ ഒന്ന് യാഥാർത്ഥ്യം അക്സെപ്റ്റ് ദ റിയാലിറ്റി. കലാപം തുടരുന്നതിനിടയിൽ കലാപബാധിതരെ സന്ദർശിച്ച് സമാധാനത്തിന്റെ സന്ദേശം കൈമാറാനെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ മണിപ്പൂർ ജനത സ്വീകരിക്കുകയും എന്നാൽ ഭരണകൂടം തടയുന്ന കാഴ്ചയുമാണ് നമ്മൾ കണ്ടത്. ഏതായാലും ഒരു കാര്യം ഉറക്കെ പറയുകയാണ്, നാടിനെ കുട്ടിച്ചോറാക്കാൻ കൂട്ടുനിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിയുന്ന കാലം വരും. കേരളത്തിലെ വികസന വിരോധികൾ 4 വശത്തു നിന്നും ആക്രമിച്ച് ഇവിടെ നിന്ന് ആട്ടിപ്പായിച്ച കിറ്റക്സ് ഉടമ സാബു എം ജേക്കബ് 40,000 പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ട് കിറ്റക്സിന്റെ 2 ഫാക്ടറികൾ തെലങ്കാനയിലെ വാറങ്കലിൽ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു ഈ അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നിക്ഷേപ സൗഹൃദമായ ആന്ധ്രയ്ക്ക് അഭിമാനവും നിക്ഷേപകരെയും വ്യവസായികളെയും കല്ലെറിഞ്ഞോടിക്കുന്ന കേരളത്തിന് അത് കനത്ത തിരിച്ചടിയുമായി മാറുകയാണ്. വാറങ്കലിൽ കകതീയ മെഗാ ടെക്സ്റ്റൈൽസ് പാർക്കിലെ കിറ്റക്സിന്റെ ഉടമസ്ഥതയിലുള്ള 2 ഫാക്ടറികളാണ് ഉദ്ഘാടനത്തിനായി തയ്യാറെടുത്തിരിക്കുന്നത്. $2,400 കോടി മുതൽ മുടക്കി 40,000 പേർക്ക് തൊഴിൽ നൽകുന്ന കിറ്റക്സിന്റെ ഫാക്ടറി സമുച്ചയം അവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി KT രാമറാവു തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതാണ് ഈ ഫോട്ടോ. കാലം എത്ര കഴിഞ്ഞാലും കേരള നാട് നന്നാകാനോ വികസിക്കാനോ അനുവദിക്കത്തില്ലെന്നും നാടിൻ്റെ വികസനത്തെക്കാൾ പ്രാധാന്യം പാർട്ടിക്ക് ശത്രുക്കളായി മാറുന്നവരെ ഇല്ലായ്മ ചെയ്ത് പകപോക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സുഖത്തിനാണെന്നുമുള്ള സത്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കേരളത്തിലെ തൊഴിലിടങ്ങളിലെ വർത്തമാനകാല സ്ഥിതികൾ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ കെടുകാര്യസ്ഥത മൂലം മാറ്റമില്ലാതെ തുടരുമ്പോൾ കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 40,000 തൊഴിലവസരങ്ങൾ ഇതാ തെലുങ്കർ 2 കൈയും നീട്ടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ ചില അവസരവാദികളുടെ തീരാത്ത പക നിമിത്തം തുടർച്ചയായ അക്രമങ്ങളും റെയ്ഡുകളും കൊണ്ട് കേരളത്തിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ടപ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ സാബു എം ജേക്കബ് പറഞ്ഞു, നമ്മുടെ കേരളം ഇപ്പോഴും 50 വർഷങ്ങൾ പിറകിലാണെന്ന്, കേരളം കിണറ്റിലെ തവളയാണെന്ന്. അന്ന് 1000 കോടി നിക്ഷേപിക്കാൻ തെലങ്കാന സർക്കാരിൻ്റെ പ്രത്യേക ക്ഷണിതാവായി സർക്കാർ വക ജെറ്റ് വിമാനത്തിൽ അങ്ങോട്ട് പറന്ന സാബു ജേക്കബ് 2,400 കോടി നിക്ഷേപിച്ച് വലിയ വ്യവസായ വിപ്ലവത്തിന് ആന്ധ്രയിൽ പടഹധ്വനി മുഴക്കുമ്പോൾ പുത്തൻ സംരംഭങ്ങൾക്ക് മുമ്പിൽ കൊടികുത്താൻ വെറിപൂണ്ടി നടക്കുന്ന തൊഴിലാളി സംഘടനകൾക്കും സാബുവിനെ ആട്ടിപ്പായിച്ച
നേതാക്കന്മാർക്കുമെല്ലാം കിട്ടിയത് നല്ല ഒന്നാം തരം തിരിച്ചടി തന്നെയാണ്. ഒപ്പം കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ലഭിക്കേണ്ടിയിരുന്ന 40,000-ഓളം തൊഴിലവസരങ്ങളും ഇവർ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. 1350 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കകതിയ മെഗാ ടെക്സ്റ്റൈൽസ് പാർക്കിലെ 2 കിറ്റക്സിന്റെ ഫാക്ടറികളിലൂടെ 2400 കോടി രൂപയുടെ നിക്ഷേപമാണ് കിറ്റക്സ് ആന്ധ്രയിൽ നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന് ഗുണകരമായി മാറേണ്ട ഇത്തരം വ്യവസായങ്ങളും സംരംഭകരും സംസ്ഥാനത്ത് പ്രയോജനപ്പെടേണ്ട എഞ്ചിനീയറിംഗ് മെഡിക്കൽ പ്രൊഫഷണലുകളും തൊഴിലില്ലാതെ അന്യ സംസ്ഥാനത്തേക്കും വിദേശ രാജ്യത്തേക്കും ചേക്കേറുന്നതിൻ്റെയും അവിടെ എത്തിയാൽ തിരിച്ചു വരാത്തതിൻ്റെയും കാരണം ഭരണകൂടത്തിൻ്റെയും തൊഴിലാളി സംഘടനകളുടെയും നേരും നെറിയും കെട്ട ഇത്തരം പ്രവണതകൾ തന്നെയാണ്. തങ്ങൾക്കും തങ്ങളുടെ തലമുറകൾക്കും പാർട്ടിയിലെ ഏറാൻ മൂളികൾക്കും മാത്രം സുഖിക്കുന്നതിന് പകരം നാടിൻ്റെ പുരോഗതിയെ കൂടി പരിഗണിക്കാത്ത കാലത്തോളം അന്ന് സാബു ജേക്കബ് പറഞ്ഞതുപോലെ തവള പൊട്ടക്കിണറ്റിൽ തന്നെ കിടക്കും. കൊച്ചിയിലെ ഒരു ഇടവകയിൽ ക്രിസ്ത്യൻ പാതിരി നാട്ടുകാരുടെ കുട്ടികൾക്ക് ലഹരി മരുന്ന് കൊടുത്തുവെന്നും നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ചില ക്രൈസ്തവ വിരുദ്ധ പ്രൊപ്പഗണ്ടകൾ വെച്ചു പുലർത്തുന്ന വ്യക്തികളും ഗ്രൂപ്പുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ ആവേശത്തോടെ പ്രചരിപ്പിച്ചത്. ഈ സംഭവത്തെ പാലാപിതാവിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തോട് കൂട്ടിക്കുഴച്ച് പ്രചരിപ്പിച്ചവർ പുതിയ ഒരു നാർക്കോട്ടിക് വിവാദത്തിന് തിരികൊളുത്താൻ ആകുന്നത്ര ശ്രമിച്ചെങ്കിലും ഷക്കീന അടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്തയുടെ അടിസ്ഥാനം വാസ്തവത്തിൽ എന്തായിരുന്നെന്ന് വിളിച്ചു പറഞ്ഞതോടെ ആ നാർക്കോട്ടിക് പടക്കം അങ്ങ് ചീറ്റിപ്പോയി. ഈ സംഭവം ചൂണ്ടിക്കാട്ടിയാണ് പട്ടക്കാരൻ ലഹരി മരുന്ന് കച്ചവടം നടത്തിയേ ഇത് നാർക്കോട്ടിക്കാണ് എന്നൊക്കെ ചിലര് വിളിച്ചു കൂവിയത്. കൊച്ചി കണ്ണവാലിക്കടുത്തുള്ള ഇടവകയിലാണ് സംഭവം നടന്നത്. മദ്യപാന ആസക്തി പ്രശ്നങ്ങളാൽ ചികിത്സയിലായിരുന്ന പ്രസ്തുത വൈദികൻ ചികിത്സാനന്തരം താൽക്കാലികമായി കണ്ണവാലിക്കടുത്തുള്ള ഒരു ചെറിയ ഇടവകയുടെ ചുമതലയിൽ വന്നു. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ മുൻ ഇടവകയിൽപ്പെട്ട 3 യുവാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുകയും അദ്ദേഹത്തോടൊപ്പം മദ്യപിക്കുകയും ചെയ്തു. പിറ്റേന്ന് ഞായറാഴ്ച വൈദികനെ കുർബാനയ്ക്ക് കാണാതെ അന്വേഷിച്ച് ചെന്ന ഇടവക അംഗങ്ങൾ പള്ളിമേടയിൽ മദ്യപിച്ച് ബോധമില്ലാതെ ഈ യുവാക്കളെയും വൈദികനെയും കണ്ടതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുകയും ചെയ്തു. ഇത്രയുമാണ് കൊച്ചിയിലെ ഇടവകയിൽ സംഭവിച്ചത്. ഇതാണ് ചില സഭാവിരോധികൾ പുതിയ വിവാദത്തിന് തിരികൊളുത്താൻ കാരണമായത്. മദ്യപിച്ച് ഉത്തരവാദിത്തങ്ങളിൽ കൃത്യവിലോപം കാട്ടുക എന്നത് ഒരു വൈദികനെന്നല്ല ആർക്കും യോജിക്കുന്ന കാര്യമല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അക്കാര്യത്തിൽ ഉത്തമ ബോധ്യമുള്ള ഇടവക അംഗങ്ങളിൽ ചിലർ തന്നെയാണ് പോലീസിൽ വിവരമറിയിച്ച് അവരെ അവിടെ നിന്നും മാറ്റിയത്. അല്ലാതെ ഇവിടെ ക്രൈസ്തവ വിരുദ്ധ പ്രൊപ്പഗണ്ടകൾ വെച്ചു പുലർത്തുന്ന ചിലർ ചെയ്യുന്നത് പോലെ ഈ വിവാദത്തിൽപ്പെട്ട വൈദികൻ കാട്ടിയ തിന്മകളെ ന്യായീകരിച്ച് ക്യാപ്സ്യൂൾ ഇറക്കി മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമവും സഭാ അംഗങ്ങളോ ക്രൈസ്തവ സമൂഹമോ നടത്തിയിട്ടില്ല. വൈദികൻ തൻ്റെ ഉത്തരവാദിത്വത്തിൽ കൃത്യവിലോപം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉതകുന്ന അച്ചടക്ക നടപടികൾ എന്തായാലും അത് സഭ ഉചിതമായി കൈക്കൊള്ളുക തന്നെ ചെയ്യും. എന്നാൽ കൊച്ചി രൂപതയുമായുള്ള വിഷയങ്ങളിൽ വൈദികനെ പെടുത്തി സഭയെ നാറ്റിക്കാമെന്നോ മയക്കുമരുന്ന് കുപ്രചരണങ്ങളിലേക്ക് ഈ വിഷയത്തെ വഴിതിരിച്ചു വിട്ട് സഭയെ പ്രതിസന്ധിയിലാക്കാമെന്നുമൊക്കെയുള്ള ചില വ്യക്തികളുടെയും വിഭാഗങ്ങളുടെയും മോഹം വൃഥാവിലാവുകയുള്ളൂ.
മതം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോരുത്തർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ സമൂഹത്തിന് മുമ്പിൽ അവർ തന്നെ സ്വയം അപഹാസ്യരായി തീരുവാൻ കാരണമാകുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 7 വിദ്യാർത്ഥിനികൾ ചേർന്ന് തങ്ങൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിലും മതാചാരപ്രകാരമുള്ള വേഷം ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിൻസിപ്പാളിന് കത്ത് നൽകിയത് കേരളത്തെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. മെഡിക്കൽ നിയമങ്ങൾക്കെതിരായിട്ടുള്ളതും രോഗികളുടെ ജീവന് തന്നെയും ഭീഷണി ഉയർത്തുന്നതുമായ വേഷവിധാനങ്ങൾ അനുവദിക്കണമെന്നുള്ള അപേക്ഷ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൈയോടെ തന്നെ തള്ളിക്കളയുകയുണ്ടായി. വിശ്വാസത്തിന് ചികിത്സ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് നടത്തിയ ന്യൂസ് അവറിൽ അഡ്വക്കേറ്റ് പി ഷുക്കൂർ ഇത് മുഴുവൻ മുസ്ലിം സമൂഹത്തിൻ്റെയും തലയിൽ കെട്ടിവയ്ക്കരുതെന്നും ഈ ആവശ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും സംഘടനകളെയും തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ടെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. മെഹ്റാമല്ലാത്ത ആങ്ങള, ഭർത്താവ്, ഉപ്പ, സഹോദരങ്ങൾ ഇങ്ങനെ അല്ലാത്ത ആൾക്കാരെ അന്യ പുരുഷന്മാരെ മുസ്ലിം സ്ത്രീകൾ കാണാൻ പറ്റുമോ? അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്ന എത്ര ആയിരക്കണക്കിന് ആൾക്കാരുണ്ടല്ലോ അന്യ പുരുഷന്മാരെ കാണാൻ പാടില്ലെന്ന്. മുഖം മറക്കണമെന്ന് വിചാരിക്കുന്ന മുസ്ലിം സ്ത്രീകളില്ലേ? നിക്കാബ് നിർബന്ധമാണെന്ന് വിചാരിക്കുന്നവരില്ലേ? അതല്ലല്ലോ, ഇവർ ഓപ്റ്റ് ചെയ്തൊരു വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസമാണ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. മെഡിക്കൽ സയൻസ് ഇപ്പൊ ഈ അന്യപുരുഷന്മാരുടെ ശരീരഭാഗങ്ങൾ കണ്ട് ചികിത്സിക്കാൻ കഴിയുമോ? ഇപ്പൊ നമ്മൾ ഡെഡ് ബോഡി പരിശോധനക്ക് വെക്കുന്നുണ്ടല്ലോ, നമ്മളിപ്പം കാഡവർ ഉണ്ടാവുമല്ലോ, ശവശരീരങ്ങൾ, അത് പരിശോധിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? ഏത് നിയമപ്രകാരമാണ് ഇസ്ലാമിൽ അതിന് അവർക്ക് അനുവാദം കിട്ടിയിട്ടുള്ളത്? അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അനുവദിച്ചെന്ന് പറയും, അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അനുവദിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇസ്ലാമിന് അങ്ങനെ കൃത്യമായ ഒരു സംഗതി ഉണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ ഒരുപാട് വിശ്വാസികളുണ്ട്. അതുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ പരിധിക്ക് കെട്ടിവെക്കേണ്ട ഒരു കാര്യമില്ല. മുസ്ലിം സ്ത്രീകൾക്ക് അങ്ങനത്തെ ഒരു ആശ പിടിക്കേണ്ട കാര്യമില്ല. എത്രയോ നൂറ്റാണ്ടുകളായി, എത്രയോ നാളുകളായി, എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം സ്ത്രീകൾ ഗംഭീരമായി പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല നിലയിൽ ഡോക്ടർമാരായിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഇല്ലാത്തൊരു സംഗതി പുതിയ രീതിയിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ആരാണ് ഇതിന് പിന്നിൽ, എന്താണ് ഇതിന് താല്പര്യം, അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു സാഹചര്യം ഇപ്പോഴെങ്ങനെയാ വന്നത്? ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു കാര്യത്തിലേക്കാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ സകല മേഖലകളിലും തങ്ങളുടെ മതം അടിച്ചേൽപ്പിക്കാനുള്ള ചിലരുടെ തന്ത്രങ്ങളുടെ ഭാഗമാണ് ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം. ഇനി രോഗികൾ കൂടി ഹലാലാകണം എങ്കിലേ ചികിത്സിക്കൂ എന്ന് നിർബന്ധം പിടിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും ഇതിനു വേണ്ടിയുള്ള ഓരോ പരിശ്രമങ്ങളും സമൂഹം കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. എങ്കിലും മറുനാടൻ നിലനിൽക്കണം, അത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രക്രിയയുടെ ഭാഗമാണ് എന്ന ടൈറ്റിലിൽ കൃപാസനം ജോസഫ് അച്ഛൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ശ്രദ്ധേയമായി. തങ്ങളെ എതിർക്കുന്നവരെയും വേദനിപ്പിക്കുന്നവരെയും അവരുടെ പ്രതിസന്ധികളുടെ നാളുകളിൽ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിൻ്റെ വ്യവസ്ഥകളില്ലാത്ത സ്നേഹം മറുനാടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള തൻ്റെ പോസ്റ്റിലൂടെ വെളിപ്പെടുത്തുകയാണ് കൃപാസനം ജോസഫ് അച്ഛൻ. കേരളത്തിൽ ക്രൈസ്തവ സഭകളിലെ ചില പിതാക്കന്മാരോ ചില വൈദികരോ സന്യസ്തരോ ഒക്കെ പ്രതിസന്ധിയിലായപ്പോഴെല്ലാം ഒരു മാധ്യമങ്ങളും ആ വാർത്തകളുടെ നിജസ്ഥിതി മനസ്സിലാക്കാൻ മെനക്കെടാതെ ആർക്കൊക്കെയോ കർണരസമാകുന്ന വായ്ത്താരികളാണ് വാർത്തകളായി പലപ്പോഴും കൊടുത്തിട്ടുള്ളത്. മറുനാടനും സഭയെ മിക്കപ്പോഴും വാർത്തകൾ കൊണ്ട് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ഒരു പ്രതിസന്ധിയിലെത്തപ്പെട്ടപ്പോൾ അതൊന്നും കാര്യമാക്കാതെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യ ബോധം. മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാനുള്ള ഈ കിരാത നടപടികളും തകർന്ന് താഴെ വീഴുക തന്നെ ചെയ്യും. കാത്തിരിക്കാം. ന്യൂസ് കാൻ വീണ്ടും അടുത്തയാഴ്ച.